ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പാലപ്പത്തിന് ആവശ്യമായ സാധനങ്ങൾ 1.5 കപ്പ് ഇഡ്ഡലി റൈസ് 4 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണിത്. അരമുറി തേങ്ങ, പിന്നെ തേങ്ങാവെള്ളം, ഒരു തേങ്ങയുടെ തേങ്ങാവെള്ളമാണിത്. തേങ്ങാവെള്ളം വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്. പിന്നെ വെള്ളം വേണം. ഇത് ഞാൻ കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളം തന്നെയാണ്, അരി കുതിർത്ത് വെച്ച വെള്ളം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര വേണം. ഈസ്റ്റ് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇടാം. അത് നിങ്ങളുടെ കാലാവസ്ഥയുടെ അനുസരിച്ച് ആയിരിക്കും. ഒത്തിരി ഇടരുത്, ഒത്തിരി ഇട്ടാൽ പുളി കൂടുതലായിരിക്കും പാലപ്പത്തിന്. പാലപ്പത്തിന് ആദ്യം നമുക്ക് കപ്പി കാച്ചാം. ഇതിന് ആദ്യം കുതിർത്തിടുന്ന റൈസ് ഒരു തവി നല്ലപോലെ അരച്ചെടുക്കണം. കപ്പി കാച്ചാനായിട്ടുള്ള മാവാണിത്. ഇത് 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വെള്ളം ഇട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. ഇതിനെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം കുറുകിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. അതിന് ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് അരയ്ക്കാം. കുറച്ച് ഇഡ്ഡലി റൈസ്, കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ ആദ്യം അരിക്കാവുള്ളൂ. ഒത്തിരി വെള്ളത്തിൽ അരിച്ചാൽ ഇത് അരിയത്തില്ല. ഇത് നന്നായിട്ട് അരിയുകയും വേണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഥവാ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ പാലപ്പം തയ്യാറാക്കുമ്പോൾ വെള്ളം ചേർക്കാം. ഒത്തിരി കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും പറ്റത്തില്ല. ഞാനിപ്പം തേങ്ങാവെള്ളം ആണ് ചേർക്കുന്നത്. നമുക്കിത് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കുഴിയുള്ള വലിയൊരു പാത്രത്തിൽ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് മാവ് അരച്ചത് ഇതിനകത്തോട്ട് ഒഴിക്കുക. അരയ്ക്കുന്ന മാവിലേക്ക് തണുത്ത കപ്പിയും കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. എല്ലാം കൂടി നമുക്ക് യോജിച്ച് കൂട്ടി ഇളക്കണം. കണ്ടോ, 7-8 മണിക്കൂർ മതിയായിരിക്കും ഇത് പൊങ്ങി വരാനായിട്ട്. പിന്നെ ഉപ്പും വേണം. ഉപ്പ് ഞാൻ രാവിലെ പാലപ്പം ചുടുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പേ ഇടത്തുള്ളൂ. പൊങ്ങിന് ശേഷം അത് ഞാൻ ഉപ്പിടത്തുള്ളൂ. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാലപ്പം ചുട്ടെടുക്കാം. ആദ്യം പാലപ്പച്ചട്ടി ചൂടായതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ഒഴിക്കാവുള്ളൂ. ഈ കൊമളകൾ വന്നതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. 2-3 മിനിറ്റ് മതിയായിരിക്കും. ചിലർക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കണം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. നമ്മുടെ ആദ്യത്തെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പൂവപ്പം ഉണ്ടാക്കി കാണിക്കാം. കണ്ടോ, നമ്മുടെ പൂവപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി കുമ്പളെല്ലാം വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം.
എൻ്റെ പാലപ്പം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. താങ്ക് യു.